മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വടം വലിച്ചിരുന്ന 3 പേരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു എന്ന് പറയണു. പക്ഷേ ഇപ്പോൾ ഫലം പുറത്തു വിട്ടിട്ടില്ല. ഈ ഫലം പുറത്തു വിട്ടാലല്ലേ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ KPCC മുൻ അധ്യക്ഷന്മാരെയൊക്കെ വിളിപ്പിച്ചു, MLA മാരെ വിളിപ്പിച്ചു. ഇനി എനിക്ക് തോന്നുന്നു അവസാനം നമ്മൾ വോട്ട് ചെയ്ത ആൾക്കാരെ കൂടി വിളിപ്പിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പായിട്ട് ഡൽഹിയിലേക്ക് പോകാനൊരു ചാൻസ് കിട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാനാണെങ്കിൽ ഡൽഹി കണ്ടിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി പോകാമല്ലോ, ഫ്രീ ആയിട്ടല്ലേ. പിന്നെ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോരാലോ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ. എന്നിട്ട് നമ്മുടെ അഭിപ്രായം നമുക്കും പറയാം. പിന്നെ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് അവിടെ നടക്കാമല്ലോ. പിന്നെ വെയിറ്റ് ചെയ്യണ ഒരു പരിധിയില്ല. ചില വിവരദോഷികളായ MLA മാർ പറയും, നിങ്ങൾ വോട്ട് ചെയ്താൽ മതി, കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. അങ്ങനെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വോട്ട് ചെയ്യണത്. ഞങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്യാനായിട്ട് കെൽപ്പുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു ധാരണയിലാണ് തിരഞ്ഞെടുത്തത്. ആ സമയത്ത് നിങ്ങൾ അവിടെ ഇവിടെ തോഴ്ത്തിക്കുത്തും തർക്കവും അതും ഇതൊക്കെ ആയിട്ട് നടന്നതിന് ശരിയാവില്ല. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരണം ആരാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നുള്ളത്. ഞങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ പാർട്ടി നേതാവിനൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, നിങ്ങളുടെ ഹൈക്കമാൻഡിനെ ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരാണെന്ന് വേഗം പറഞ്ഞു.